ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പല്ലുകളെ തുരത്താനുള്ള അടിപൊളി കുറച്ച് ടിപ്സുകളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന വെളുത്തുള്ളിയാണ്. അപ്പോൾ ഒരു ഉണ്ട വെളുത്തുള്ളിൽ മൊത്തവും വേണ്ട, നമുക്ക് ഒന്ന് രണ്ടെണ്ണം അല്ലി അടർത്തി എടുത്താൽ മതി. ഇത് നല്ല നീരുള്ള അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമ്മളിത് പൊളിച്ചെടുക്കുവാണ്. രണ്ടെണ്ണം മതി കേട്ടോ. അതെ, രണ്ട് കഷ്ണം എടുത്തിട്ടുണ്ട്. തൊലിയൊന്നും പൊളിച്ച് കളയേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ രണ്ട് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഇടികല്ല് എടുത്തിട്ടുണ്ട്. ഇടികല്ലിലേക്ക് ഇത് രണ്ടും ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇടികല്ലിൽ തന്നെ ഇട്ടെടുക്കുവാണ് കേട്ടോ നല്ലത്. നമ്മൾ രണ്ടെണ്ണമൊക്കെ ഇട്ട് നമുക്ക് മിക്സി ജാറിലൊന്നും പോയി ഇട്ട് അടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. നല്ലതായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ടേ. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും പഴയ പാത്രങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ വെളുത്തുള്ളി ഇച്ചിരി കേടുപാടൊക്കെ ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ട് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഈ പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്തതായിട്ട് പച്ചവെള്ളമാണ്. സാധാരണ പച്ചവെള്ളം മതി, അല്ലാതെ ചൂടുള്ളത് തിളപ്പിച്ചതൊന്നും വേണ്ട കേട്ടോ. അതേ, കുറച്ച് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നൊരു സ്പ്രേ പോലെയാണ് ഇത്. നമ്മൾ ആവശ്യത്തിന് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. നമുക്ക് ആവശ്യ സമയങ്ങളിൽ മാത്രം എടുത്തിട്ട് യൂസ് ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് നാരങ്ങയാണ്. നാരങ്ങയുടെ ഒരു ചെറിയ കഷ്ണം നമുക്ക് മുറിച്ചെടുക്കാവേ, ഒരല്പം മാത്രം മതി. അപ്പോൾ ഇത് ഇത്രയും ഒരു ചെറിയ പീസാണ്, പക്ഷെ നല്ല നാരങ്ങയാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള നാരങ്ങ തന്നെയാണ്, നല്ല നീരുള്ള നാരങ്ങയാണ്. അപ്പോൾ ഇതിൻ്റെ ആ ജ്യൂസ്, നാരങ്ങയുടെ ജ്യൂസ് നമ്മൾ നീര് പിഴിഞ്ഞത് ഈ പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയും വെള്ളവും കൂടിയുള്ള ആ മിക്സിലേക്കാണ് നാരങ്ങ നീര് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പീസ് മാത്രം മതി കേട്ടോ. കൂടുതലുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊരു ഫുൾ നാരങ്ങ എടുത്താൽ മതി. ഇത് നീര് കുറവാണെങ്കിൽ ഒരു നാരങ്ങ ഫുൾ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അത് കംപ്ലീറ്റ് ആയിട്ട് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, അതിനകത്ത് അത് രണ്ടും കൂടി മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കുക. അതിൻ്റെ ആ ഒരു നാരങ്ങയുടെ നീരും വെളുത്തുള്ളിയുടെ ആ ഒരു മിക്സൊക്കെ കൂടി മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ട സാധനം എന്ന് പറയുന്നത് നമ്മുടെ പേസ്റ്റാണ്. കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പേസ്റ്റാണോ ഉള്ളത് ആ പേസ്റ്റ് ഒരല്പം ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ എടുത്തിട്ട് ഒരല്പം മതി കേട്ടോ, ഒത്തിരിയൊന്നും വേണ്ട, കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രം മതി. നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് പല്ലുകളെ തുരത്താനുള്ള ടിപ്പാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഈ ഒരു മിക്സ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഫുള്ളായിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് ഈ ഒരു മിക്സ് മൊത്തത്തിലൊന്ന് ഇളക്കി കൂട്ടിയിട്ട് ഒരു ബോട്ടിലേക്കാക്കി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അതുകൊണ്ട് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുത്താൽ മതി. പിന്നെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറവാണെങ്കിൽ നിങ്ങളൊരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളതാകും. പിന്നെ സ്പ്രേ ബോട്ടിൽ ആരെങ്കിലും കയ്യിലില്ലെങ്കിൽ സാധാരണ ഒരു ബോട്ടിൽ എടുത്തിട്ട് അടപ്പിന് ഹോൾസ് ഇട്ടെടുത്താലും മതി കേട്ടോ. രണ്ടാമത്തെ ടിപ്പിലേക്ക് പോകാം. രണ്ടാമത്തെ ടിപ്പിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ മല്ലിയിലയാണേ. മല്ലിയില എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീട്ടിലും എന്തായാലും ഇടയ്ക്കിടയ്ക്ക് മല്ലിയില വാങ്ങാറുണ്ടല്ലോ. ഈ മല്ലിയില മാത്രം മതി നമ്മുടെ വീട്ടിലുള്ള പല്ലുകളെ തുരത്താൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഇന്ന് 2-3 തണ്ട്, രണ്ട് തണ്ട് മതി കേട്ടോ. ഈ ഒരു പരുവത്തിന് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഇലയുള്ള രീതിയിലുള്ളത് എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് കണ്ടോ, ഇതെടുക്കുക. എടുത്തിട്ട് നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇടികല്ലിലേക്ക് നമുക്ക് ഇതിൻ്റെ ഇലകളെ ഒന്ന് പിച്ചിക്കീറി അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ കണ്ടോ, നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ മൂത്ത ഇലയാണ് താഴെ, മൂത്ത ഇലയല്ല തണ്ടുണ്ടെങ്കിൽ നിങ്ങൾ വേണേൽ കൈ കൊണ്ടൊന്ന് അടർത്തി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇനി നമുക്കിത് ഇടികല്ല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇങ്ങനെ നല്ല രീതിയിൽ ഇടിച്ച് ചതച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം മാത്രം മതി നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ട് പല്ലുകളെ നമുക്ക് തുരത്താൻ സാധിക്കേ. അപ്പോൾ ഇത് ചതച്ച് വെച്ചിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന മല്ലിയിലയെ മാറ്റി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇട്ട് മാറ്റിയെടുക്കുവാണ് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുവാണ്. അപ്പോൾ മല്ലിയില ഈ പാത്രത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് അടുത്ത ഐറ്റംസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പച്ചവെള്ളമാണ്. പച്ചവെള്ളം ഒരു അല്പം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കിടന്നിട്ട് ആ മല്ലിയിലയുടെ സത്തൊക്കെ ശരിക്കും ആ വെള്ളത്തിലേക്കാവും. അതിന് വേണ്ടിയിട്ട് നമുക്കൊരല്പം നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് പട്ട എടുത്തിട്ടുണ്ട് ഒരു പീസ്. ഈ പട്ട നമുക്ക് ഇടികല്ലിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ പട്ടയുടെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ വെള്ളത്തിൽ കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചതച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് നേരെ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു പഴയ അരിപ്പ കൂടി എടുത്ത് വെച്ചേക്കണം കേട്ടോ. കാരണം നമുക്കിതൊക്കെ അരിച്ച് നല്ല ശുദ്ധമായിട്ട് ബോട്ടിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പട്ട ഞാൻ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, കംപ്ലീറ്റ് ആയിട്ട് ആ പട്ട ഇട്ട് കൊടുത്തിട്ട് ഒരു പീസ് മാത്രം മതി കേട്ടോ, കൂടുതൽ ക്വാണ്ടിറ്റിയിലൊന്നും ആവശ്യമില്ല. അപ്പോൾ അതിട്ടതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് വിനെഗറാണ്. അപ്പോൾ വിനാഗിരി എടുത്തിട്ടുണ്ട്. വിനാഗിരി നമുക്ക് ഒരടപ്പോളം മാത്രം മതി കേട്ടോ, ഒത്തിരി കൂടുതലായിട്ടൊന്നും വേണ്ട. ഒരൊറ്റ അടപ്പ് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം
നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാവേ. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ ദേ ഈ ഒരു സംഭവത്തിന് ഇതിൽ നല്ല രീതിയിൽ ഇളക്കി കൂട്ടിയെടുത്തിട്ട് അരിച്ചിട്ട് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ ടിപ്സൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ 1-2 ദിവസത്തേക്കുള്ളത് മാത്രമേ ഉണ്ടാക്കാവുള്ളൂ, അല്ലാതെ അല്ലെങ്കിൽ ഡെയിലി നിങ്ങൾ ഉണ്ടാക്കി യൂസ് ചെയ്യുക, അല്ലാണ്ട് ആഴ്ചകളോളം ഇരിക്കുമെന്നൊന്നും വിചാരിക്കുകയേ വേണ്ട കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പഴയ അരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരിച്ചൊഴിച്ച് കൊടുക്കണം. അപ്പോൾ അതെല്ലാം നിങ്ങൾ സ്പ്രേ ബോട്ടിലേക്കാണ് ഒഴിക്കണമെങ്കിൽ അതിലേക്ക് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ സ്പ്രേയറുടെ ഇടയ്ക്കൊക്കെ കയറി ചവറും കമ്പും ഒക്കെ ഇരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ സെപ്പറേറ്റ് ആക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് കുറവാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് യൂസ് ചെയ്യാവേ. അപ്പോൾ നമുക്ക് 3ാമത്തെ ടിപ്പിലേക്ക് പോകാം. 3ാമത്തെ ടിപ്പിനായിട്ട് ഒരു പാത്രം എടുത്ത് വയ്ക്കുക. അത് ഇപ്പോൾ ഇവിടെ ഇടികല്ലും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേണ്ടത് നാരങ്ങയാണ്. അപ്പോൾ നാരങ്ങയുടെ ജ്യൂസ് നന്നായിട്ട് പിഴിഞ്ഞ് ജ്യൂസ് മാത്രം മതിയേ. അപ്പോൾ ഈ നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞിട്ട് നന്നായിട്ട് നീരെടുക്കണം. അപ്പോൾ ഒരു 2 സ്പൂണോളമെങ്കിലും നാരങ്ങയുടെ നീര് വേണം. ഈ നീര് കുറവാണെങ്കിൽ ചെയ്യേണ്ടത് ഒരു നാരങ്ങയുടെ ഒരു പകുതി പീസ് കൂടി എടുത്തിട്ട് പിഴിഞ്ഞെടുക്കണേ. പിന്നെ ഈ നാരങ്ങയ്ക്ക് അത്യാവശ്യം നീരുള്ളതാണ് കേട്ടോ, അതുകൊണ്ട് നമുക്ക് 2 സ്പൂണോളം നാരങ്ങയുടെ നീര് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നാരങ്ങയുടെ അളവ് കുറച്ച് കൂടുതൽ എടുക്കണം. അപ്പോൾ 1-2 നാരങ്ങ നിങ്ങൾ എടുത്തോളൂ, കുഴപ്പമില്ല. ഇപ്പോൾ ഞാനെടുത്ത നാരങ്ങ നല്ല വലിപ്പവും നല്ല നീരും ഉള്ളത് കൊണ്ടാണ് കേട്ടോ നമുക്ക് അതിനകത്തുനിന്ന് 2 സ്പൂൺ കിട്ടിയത്. അല്ലാത്തവരാണെങ്കിൽ വേറെ എടുക്കുക കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തക്കോലമാണ്. അപ്പോൾ തക്കോല 1-2 പീസ് എടുത്താൽ മതി. ഈ തക്കോല നമുക്ക് ഇടികല്ലിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കണം. ഒത്തിരി പൊടിഞ്ഞൊന്നും കിട്ടണം, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അതിൻ്റെ ആ ഒരു തക്കോലത്തിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ നമ്മുടെ വെള്ളത്തിൽ മിക്സ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇടിച്ചെടുക്കുന്നുണ്ട്. ഇതും നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പല്ലികളെ തുരത്താനുള്ള ടിപ്പ് തന്നെയാണേ. അപ്പോൾ ദേ ഇത് ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എടുത്ത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് കണ്ടോ. ഇനിയില്ല, ഇപ്പോൾ നിങ്ങൾ തക്കോലൊക്കെ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൗഡർ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് പൗഡർ പോലെയൊക്കെ പൊടിച്ചോ അല്ലെ ഇടികളിലിട്ട് ചതച്ചൊക്കെ വെക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇത് വെള്ളത്തിലിട്ടതിന് ശേഷം നമുക്കിത് വെള്ളം പോരെങ്കിൽ കുറച്ചും വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണേ. ഒരല്പം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മുടെ നാരങ്ങയുടെ ജ്യൂസും പിന്നെ ഇതും മാത്രമേ തക്കോലും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഇതിനകത്തോട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കാൻ പോകുന്ന അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ഈസ്റ്റാണ്. ആ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലുള്ള സാധനമാണല്ലോ. അപ്പോൾ ഇത് അല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ല രീതിയിൽ സ്പൂൺ കൊണ്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും സ്പ്രേ ബോട്ടിലെയോ അല്ലെങ്കിൽ ഒരു കുപ്പിയിലോ ഒക്കെ ആക്കി വെച്ചിട്ട് ഇതിൻ്റെ സ്മെല്ലൊന്നും പോകാത്ത തരത്തിൽ വേണം കേട്ടോ പല്ലുകളെയൊക്കെ തുരത്താൻ വേണ്ടിയിട്ട്. അതാകുമ്പോൾ പെട്ടെന്ന് റിസൾട്ടും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി മിക്സ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ മിക്സ് നിങ്ങൾ എല്ലാവരും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അരിച്ചിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.